മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മരമുത്തശ്ശൻ പോറ്റി വളർത്തും കിളികുലമെന്റെ കുലം. മഴമുത്തശ്ശി നനയും മഴവിൽ നിറമാണെന്റെ നിറം. തുമ്പി തുളച്ചൊരു കാട്ടുമുളം തണ്ടെന്റെ സ്വരം പാടുന്നു. എന്റെ സ്വരം പാടുന്നു. മരതകവർണം കൊണ്ടുമെനഞ്ഞൊരു ഹരിതലോകമെനിക്കു തരൂ. ആദിമനുഷ്യൻ പിറന്നു വീണൊരു വസന്തഗേഹമെനിക്കു തരൂ. വസന്തഗേഹമെനിക്കു തരൂ. ജാതിമരച്ചില്ലകളിൽ വിരിഞ്ഞ ജീവിതവസന്തം. ജീവിതത്തെ ഒരു സുന്ദര സ്വപ്നമാക്കുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. തികഞ്ഞ ജീവിത വീക്ഷണത്തിലൂടെ അത് സാധിച്ചെടുക്കാൻ കഴിയുന്ന അപൂർവം ചിലരെങ്കിലും ഉണ്ടെന്നറിയുന്നത് തന്നെ സന്തോഷമാണ്. തൃശൂർ ജില്ലയിൽ പാണഞ്ചേരി പഞ്ചായത്തിലെ പട്ടിക്കാട് സിബി കല്ലിങ്കൽ ജാതി കൃഷിയിലൂടെ നയിക്കുന്ന അശ്വമേധത്തിലാണ് ഇന്ന് നൂറുമേനി പങ്കെടുക്കുന്നത്. വിശാലമായ സിബിയുടെ കൃഷിത്തോട്ടത്തെ ജാതിവൃക്ഷങ്ങൾ അവയുടെ കുത്തകയാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതാവും ഉത്തമം. 12ഓളം ഇനം ജാതികളുടെ ശേഖരം ഇവിടെയുണ്ട്. ഇവിടുത്തെ ജാതി മരങ്ങളുടെ വൈവിധ്യങ്ങൾ ശ്ലാഘനീയം തന്നെയാണ്. കല്ലിങ്കൽ 9 എന്ന ഇനം ജാതിയിൽ ഒരു മരത്തിൽ തന്നെ ആണും പെണ്ണും പൂക്കൾ കാണും. ഇത് കല്ലിങ്കൽ 9 എന്ന ഇനത്തിൽപ്പെട്ട ജാതിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ മെയില് ഫ്ലവറും ഫീമെയിൽ ഫ്ലവറും ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ ജാതി പ്ലാന്റ് ചെയ്യുമ്പോൾ 10 മരത്തിന് ഒരു മെയിൽ വേണമെന്നുണ്ട്. അപ്പോൾ ഈ മരം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നഷ്ടപ്പെടാതെ ഈൽഡ് കിട്ടുകയും ചെയ്യും. മറ്റ് മരങ്ങൾക്ക് പോളിനേഷന് വേണ്ടി ഇതിൻ്റെ ഫ്ലവർ ഉപയോഗിക്കാനും പറ്റും. ക്രിസ്മസ് ട്രീയെ അനുസ്മരിപ്പിക്കുന്നു കല്ലിങ്കൽ 10 എന്ന ഇനം. കാൻഡിൽ ഫ്ലെയിം എന്നും ഇതറിയപ്പെടുന്നു. ഇത് കല്ലിങ്കൽ 10 എന്ന ഇനത്തിൽപ്പെട്ട ജാതിയാണ്. ഇതിൻ്റെ പ്രത്യേകത ക്രിസ്മസ് ട്രീ പോലെ ആയിരിക്കും. അതുകൊണ്ട് ഇതിന് കൂടുതൽ വിസ്താരം വരാത്തതിൻ്റെ പേരിൽ 5 സെൻറ്റ് സ്ഥലമുള്ളവർക്കും 10 സെൻറ്റ് സ്ഥലമുള്ളവർക്കും ഇത് വീടിൻ്റെ മുറ്റത്ത് വെക്കാൻ അലങ്കാരത്തിന് നല്ലതാണ്. കൂടുതൽ ഉൽപ്പാദനം കിട്ടുകയും ചെയ്യും. 15-20 വർഷത്തിനുള്ളിൽ പ്രായമുള്ള മരമാണിത്. ഇവിടെ 12 വെറൈറ്റിയിൽ അതിൽ കല്ലിങ്കൽ 1 എന്ന ഇനത്തിൽപ്പെട്ട ജാതിയാണിത്. ഇത് 8 വർഷത്തോളം പഴക്കമുള്ള ഒരു ജാതി. ഇതിന് പ്രത്യേകത ഉൽപ്പാദനം കൂടുതൽ, ഇയർ റൗണ്ട് ഈൽഡ് കിട്ടും. പ്ലസ് ഇതിന് പത്തിരി കണ്ടന്റ് കൂടുതലാണ്. 3 ഗ്രാമിന് മുകളിൽ ഉണക്ക പത്തിരി കിട്ടും. ചെറിയ ഇനങ്ങളാണ് കല്ലിങ്കൽ 2ഉം കല്ലിങ്കൽ 3ഉം. ഒരു വർഷം യഥാക്രമം 1000 വരെയും 3000 വരെയും കായ് ലഭിക്കും. ഇത് കല്ലിങ്കൽ 2 എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇതിൻ്റെ പ്രത്യേകത വലിയ മരമാവും. കാട്ടുജാതിയിൽ ബഡ് ചെയ്താലും ഒരു പ്രോബ്ലവും ഇല്ല. ഒരു മരത്തിൽ നിന്ന് ഒരു 10 വർഷം കഴിഞ്ഞാൽ 2000 തൊട്ട് 5000 വരെ കായ് കിട്ടും.
ഇതും കാട്ടുജാതിയിൽ നാടൻ ജാതി ബഡ് ചെയ്തിട്ടുള്ള ഒരു മരമാണ്. ഇതിന് മറ്റ് പ്രോബ്ലംസ് ഒന്നുമില്ല. അതിനാൽ ഇതിന് നല്ല ഉൽപ്പാദനശേഷിയും വളർച്ചയും കിട്ടും. ചില ഇനം നല്ല നാടൻ ജാതി കാട്ടുജാതിയായിട്ട് യോജിക്കുന്ന നല്ല ഇനമുണ്ട്. അതിലൊന്നാണ് ഞങ്ങളുടെ കല്ലിങ്കൽ 2 എന്ന ഇനം. ഇത് 30 വർഷമായിട്ട് ബഡ് ചെയ്തിട്ടുള്ള ഒരു ജാതി മരമാണിത്. 30 വർഷമായിട്ട് ഇതിന് യാതൊരു പ്രോബ്ലവും ഇല്ല. ഇത് കല്ലിങ്കൽ 3 എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഈ മരം അധികം വലിയ മരം ആവില്ല. ഇതിന് 2 ഗ്രാമിനും 2.5 ഗ്രാം പത്തിരിയും 60 കായുണ്ടെങ്കിൽ 1 കിലോ ആയിരിക്കും. ഇരട്ടക്കുരുവുള്ള കല്ലിങ്കൽ 4. ഇതിന് പ്രത്യേകത ഒരു കായുള്ളിൽ 2 പത്തിരിയും 2 കായും ഉണ്ടാവും. 50-60 കുരുക്കൾക്ക് 1 കിലോ തൂക്കം വരുന്ന കല്ലിങ്കൽ 5. കൂടുതൽ വിളവും ചെറിയ കുരുക്കളുമുള്ള കല്ലിങ്കൽ 6ഉം കല്ലിങ്കൽ 7ഉം. അണ്ഡാകൃതി കായ്കളുള്ള കല്ലിങ്കൽ 8. ഇത് കല്ലിങ്കൽ 8 എന്ന ഇനത്തിൽപ്പെട്ടതാണ്. ഇതിന്റെ പ്രത്യേകത ഓവൽ ഷേപ്പാണ്. കാട്ടുജാതിയാണ് കല്ലിങ്കൽ 11. ഇത് കാട്ടുജാതിയിൽ നാടൻ ജാതി ചെയ്തിട്ടുള്ള ഒരു ബഡാണിത്. ഇതിൻ്റെ കുഴപ്പം ചില ഇനം ജാതി കാട്ടുജാതിയായിട്ട് യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിങ്ങനെ വരുന്നത്. ഇതുപോലെ തന്നെ നല്ല മദർ പ്ലാന്റ്, ചില ഇനം മദർ പ്ലാന്റുകൾ കാട്ടുജാതിയായിട്ട് യോജിക്കുന്ന നല്ല ഇനമുണ്ട്. അതാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരില്ല. നല്ല ഉൽപ്പാദനവും ഈൽഡും കിട്ടും. ഇത് റൂട്ട് സ്റ്റോക്ക് കാട്ടുജാതിയാണ്. ഇത് കാട്ടുജാതിയിൽ നാടൻ ജാതി ബഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്ന ഫീൽഡ് ബഡാണിത്. ഇത് കാട്ടുജാതി ഫീൽഡിൽ വെച്ച് വലുതാക്കിയ ശേഷം നമ്മൾ ബഡ് ചെയ്യുന്നതാണ്. ഇതിന് താഴത്തേക്ക് കാട്ടുജാതിയും മുകളിലേക്ക് നാടൻ ജാതിയാണ്. വളർച്ച കൂടുതലും ശിഖരക്കുറവും കായ്പിടുത്തമുള്ളതുമായ കല്ലിങ്കൽ 12 എന്നിങ്ങനെ 12 ഇനം ജാതികൾ. ജാതിവൃക്ഷങ്ങൾ നട്ടുവളർത്തി അവയുടെ കായകളിൽ നിന്ന് പരിപ്പ്, പത്രി, തോട്, ഫ്ലവർ എല്ലാം തന്നെ സംസ്കരിച്ച് വിപണിയാക്കുക മാത്രമല്ല, മുളപ്പിച്ചെടുത്തതും ബഡിംഗ്, ഗ്രാഫ്റ്റിംഗ് പ്രക്രിയകളിലൂടെ ഉൽപ്പാദിപ്പിച്ചതുമായ തൈകളും ഇവിടെ ലഭ്യമാണ്. പ്രതിവർഷം 50,000-ഓളം ജാതി തൈകളും 10,000-ഓളം ബഡഡ് തൈകളും ഇവിടെ നിന്നും നാടിന്റെ നാനാഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. ൽ നാഷണൽ അവാർഡിനർഹമായ ഈ കൃഷിത്തോട്ടത്തിൽ
ഇപ്പോൾ 1000-ഓളം ജാതി മരങ്ങളുണ്ടത്രേ. മുപ്പത് കിലോയോളം ചാണകവും ആവശ്യാനുസരണം കുമ്മായവും മഗ്നീഷ്യവുമാണ് പ്രധാന വളങ്ങൾ. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലൂടെ ജലലഭ്യത ഉറപ്പാക്കിയിരിക്കുന്നു. വർഷാവർഷം മുടങ്ങാതെ മണ്ണു പരിശോധന നടത്തി മണ്ണിനാവശ്യമുള്ള മൂലകങ്ങൾ നൽകി മണ്ണിനെ പുഷ്ടിയുള്ളതാക്കുന്നു. കാട്ടുജാതിയിലും നാടൻ ജാതിയിലും ഇവിടെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാട്ടുജാതിമരം നട്ടുപിടിപ്പിച്ചാണ് ബഡ്ഡിങ്ങിന് ഉപയോഗിക്കുന്നത്. പാച്ച് ബഡ്ഡിങ്ങും സ്റ്റോൺ ഗ്രാഫ്റ്റിംഗും ഇവിടെ അനുവർത്തിക്കുന്നുണ്ട്. ബഡ്ഡിംഗ് രീതി നമുക്ക് പരിശോധിക്കാം. നല്ല ഉൽപാദനശേഷിയുള്ള മാതൃവൃക്ഷത്തിൻ്റെ ഒരു കമ്പാണത്. ഇതിൻ്റെ അടുത്താണ് ബഡ് എടുത്തിട്ടാണ് കാട്ടുജാതിയിൽ ബഡ് ചെയ്യുന്നത്. ഇത് കാട്ടുജാതിയിൽ ബഡ് ചെയ്യാൻ പോകുന്നു. ബഡ്ഡിംഗ് രീതി കാണിച്ചു തരുന്നു തൊഴിലാളികളായ ആനിയും പ്രിജിയും. ഇത് നാടൻ ജാതിയിൽ ബഡ് ചെയ്യാൻ പോകുന്നതാണ് ഇനി കാണുന്നത്. ഇത് കാട്ടുജാതിയിൽ ബഡ് ചെയ്ത് പിടിച്ചിട്ട് ഒരു 4 മാസത്തോളം പ്രായമായ തൈയാണിത്. ഇതൊരു 2 മാസത്തോളം പ്രായമായ തൈയാണിത് കാട്ടുജാതിയിൽ ബഡ് ചെയ്തത്. ഇത് നാടൻ ജാതിയിൽ ബഡ് ചെയ്തിട്ട് 2 മാസം പ്രായമുള്ള തൈയാണിത്. നാടൻ ജാതിക്കുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നാടൻ ജാതി സ്റ്റെപ്പിന് മുകളിൽ ബഡ് ചെയ്യുകയാണെങ്കിൽ വളർച്ച കൂടുതൽ കിട്ടും. പിന്നെ ഈ നാടൻ ജാതിയുടെ റൂട്ട് സ്റ്റോക്കിൻ്റെ തൈ ആയാൽ തന്നെ അതിൻ്റെ പൂ പരാഗണം ചെയ്തിട്ട് മറ്റേ ഫീമെയിലിന് ഉൽപ്പാദനശേഷി കൂട്ടാൻ സാധിക്കും. ഇത് ബഡ് ചെയ്തിട്ട് 2 മാസം പ്രായമായി. ഇപ്പോൾ നടാൻ പറ്റിയ ഭാഗമാണിത്. ഇത് കാട്ടുജാതിയിൽ ബഡ് ചെയ്തതാണ്. കാട്ടുജാതി ബഡ് ചെയ്യുമ്പോൾ എപ്പോഴും താഴ്ഭാഗത്തായിട്ട് ബഡ് ചെയ്യണം. നാടൻ ജാതിയിൽ ഒരു തട്ടിന് മുകളിലാണ് ഇത് ബഡ് ചെയ്തിരിക്കുന്നത്. തട്ടിന് മുകളിൽ ബഡ് ചെയ്യുകയാണെങ്കിൽ ഇതിന് വളർച്ച കൂടുതലാണ്. പാച്ച് ബഡ് പോലെ വേറെ മെത്തേഡാണ് നാടൻ ജാതിയിൽ സ്റ്റോൺ ഗ്രാഫ്റ്റ്. ഇതിന് മുകൾ ഭാഗം മുറിച്ച് വീക്കട്ട് പോലെ ചെയ്ത് സ്റ്റോൺ ഗ്രാഫ്റ്റ് ആയിട്ട് നാടൻ ജാതിയിൽ